നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രബോധന വീഥിയിലെ തിളക്കമാർന്ന സേവനം ചെയ്ത മഹാമനീഷിയാണ് മഹാനായ മർഹൂം ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഒരു ദിവസം രാത്രി പരിപാടി കഴിഞ്ഞ് വല വാഹനങ്ങൾക്കും കൈ കാണിക്കും. ഒരു വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ വാഹനം നിർത്തി, വണ്ടിയിൽ കയറി അദ്ദേഹത്തിനോട് ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തി. ആ സമയത്ത് ആ ഡ്രൈവർ പറഞ്ഞു, ഞാനിപ്പോൾ അത്ര നല്ല മൂഡിലല്ല ഉസ്താദെ, അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം. സി.എച്ച്. ഉസ്താദ് ഇയാളെ നോട്ട് ചെയ്യുകയാണ്. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ ഈ മനുഷ്യനെ തെരഞ്ഞ് അദ്ദേഹത്തിൻ്റെ അങ്ങാടിയിലേക്ക് പുതുപ്പറമ്പ് ടൗണിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി കടയുടെ പിറകിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ബഹുമാനപ്പെട്ട സി.എച്ച്. ഉസ്താദ് പറയാണ്, ഇന്നലെ നീ എന്നോട് തീരെ മൂടില്ല എന്ന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഒരു നാസിഹി ചെയ്യേണ്ട ഏറ്റവും ഹിക്മത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ അവിടെ കാണിച്ചു തരുന്നത്. ഇദ്ദേഹത്തിനോട് പറയാണ്, നീ മൂടില്ല എന്ന് പറഞ്ഞ് എനിക്കതിന് മനസ്സിലായില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇന്നലെ കുറച്ച് മദ്യപിച്ചിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നാണ്. നീ നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. നീ നരകത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, നീ നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന സി.എച്ച്. ഐദ്രീസ് മുസ്ലിയാർ ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ആ ഒരൊറ്റ പിടുത്തം മതി, ആ ചേർത്തുപിടിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ആ മധ്യമാകുന്ന ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രചോദനമായി എന്ന് ബഹുമാനപ്പെട്ട സി.എച്ച്. ഉസ്താദിൻ്റെ ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്.